എല്ലാവർക്കും Q2 മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക്ക്ഡൗണിന് മുമ്പും അതുപോലെ തന്നെ ലോക്ക്ഡൗണിന് ശേഷവുമുള്ള മാർക്കറ്റിനെ പറ്റിയിട്ടും കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടും, അതായത് പുതുതായിട്ടുള്ള ബിസിനസ്സുമായി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ആൾക്കാർ, അവരെല്ലാം ലോക്ക്ഡൗണിന് മുമ്പ് വ്യക്തമായി മാർക്കറ്റ് പഠിക്കുകയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ പറ്റി നല്ല റിവ്യൂ നടത്തുകയെല്ലാം ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ പുതിയ സംരംഭം തുടങ്ങാനെല്ലാം ഇരിക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ വന്നിരിക്കുന്നത്. അതിനുശേഷം ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരിക്കും മാർക്കറ്റ്, അത് ഓവർകം ചെയ്യാൻ എന്തെല്ലാം ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ത്രെഡാണ്. കാരണം ഇതൊരു സൊല്യൂഷൻ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വീഡിയോ മൊത്തമായിട്ട് കാണുക, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞു ലോക്ക്ഡൗണിന് മുമ്പും അതുപോലെ തന്നെ ലോക്ക്ഡൗണിന് ശേഷവും യഥാർത്ഥത്തിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീല് നടക്കുന്നത്, അതായത് ഫൈനൽ ബിസിനസ് നടക്കുന്നത് ഒരു കസ്റ്റമറുടെ പെയിൻ റിലീഫ് ആയിരിക്കും. ഏതൊരു പ്രൊഡക്റ്റും ഒരു ഡീലിലേക്ക് എത്തുന്നത് ഒരു കസ്റ്റമറുടെ പെയിൻ റിലീഫ് ആയിരിക്കും. അതായത് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ കസ്റ്റമർ അപ്പോൾ തന്നെ ആ പ്രൊഡക്റ്റ് 3 കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തും: ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അതായത് ഞാൻ ആവശ്യമായി കാണുന്ന പല പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് അത്യാവശ്യ പ്രൊഡക്റ്റ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് അത് അനാവശ്യ പ്രൊഡക്റ്റ് ആയിരിക്കും, നേരെ തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കും. ആ അവസരത്തിൽ ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷം പലരും അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ പ്രൊഡക്റ്റുകൾ പലതും അനാവശ്യ കാറ്റഗറിയിലേക്ക് മാറുകയും അതുപോലെ തന്നെ അനാവശ്യം എന്ന് കാണുന്നതും പ്രൊഡക്റ്റുകൾ അത്യാവശ്യത്തിലേക്കും ആവശ്യത്തിലേക്കും ചേഞ്ച് ആവുകയെല്ലാം ചെയ്തിട്ടുണ്ടാവും. ചെറിയൊരു ഉദാഹരണം പറയാം. കാരണം സാനിറ്റൈസറും മാസ്കിൻ്റെ ഒരു കാര്യം നമുക്ക് എടുത്തു നോക്കാം. അത് വെറും 0.1% താഴെയുള്ള ആൾക്കാരാണ് അത് ആവശ്യവും അത്യാവശ്യവുമായിട്ട് കണ്ടത്. പക്ഷേ ഇത് ഇന്ന് ഒരു 99% മുകളിലുള്ള ആൾക്കാർ ഇപ്പോൾ എന്ത് കാണുന്നു, അത് അത്യാവശ്യ പ്രൊഡക്റ്റ് എന്ന് കാണുന്നു. അങ്ങനെ പല പ്രൊഡക്റ്റുകൾക്കും ഇതുപോലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്ന് എങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ എങ്ങനെ ആൾക്കാരെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നതിനെ പറ്റിയെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 2 കാര്യങ്ങൾക്കാണ്. അതായത് ബിസിനസ്സിന് വ്യക്തമായുള്ള 2 സ്ട്രാറ്റജി കൊണ്ടുവരിക. അതായത് ലോങ് ടേം സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ഷോർട്ട് ടേം സ്ട്രാറ്റജിയും. ഈ ലോങ് ടേം സ്ട്രാറ്റജിയിൽ പ്രളയം, അതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ മുമ്പോട്ട് ബാധിക്കുമെന്നും അത് ഏതെല്ലാം രീതിയിൽ ബിസിനസ് ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകാമെന്നതിനെ പറ്റിയും ഒരു വ്യക്തമായൊരു പ്ലാനിങ് എന്ത് ചെയ്യുക, ലോങ് ടേം ആയിട്ട് ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ടൈം സ്ട്രാറ്റജി കൂടെ ബിസിനസ്സിന് ഉണ്ടാക്കുക. ഷോർട്ട് ടൈം സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ ബിസിനസ്സിലേക്ക് പോകുന്ന സമയത്ത് ഒരു 6 or 7 months അടുത്ത് ഈ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിലുണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അത് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ സ്വാധീനിക്കുന്നെന്നും അത് എങ്ങനെ നമ്മൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്നതിനെ പറ്റിയുമെല്ലാമുള്ള വ്യക്തമായ ധാരണ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു ത്രെഡാണെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലെല്ലാം ഇതിനുള്ളൊരു സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ സൊല്യൂഷൻസ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേകം ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിനെയും വെച്ചിട്ടായിരിക്കും അതിന് എല്ലാം ഉള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ വരുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രോഡക്റ്റ് എൻ്റർലി ഡിഫറൻസ് ആയിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമർ എൻ്റർലി ഡിഫറെൻറ്റ് കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ ഇത് പഠിച്ച് ഇതിൻ്റെ ഈ ഒരു ത്രെഡിൽ നിന്ന് എങ്ങനെയാണ് എൻ്റെ കസ്റ്റമർ എന്നും എങ്ങനെയാണ് എൻ്റെ പ്രൊഡക്റ്റ് എന്നും അതെങ്ങനെയാണ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആളുകളെ സ്വാധീനിക്കുന്നതെന്നും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കൊറോണ കഴിഞ്ഞിട്ടുള്ള ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അവസരം നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ചെറിയൊരു സ്റ്റോറി കൂടെ പറയാം. കാരണം കുറേ കാലം മുമ്പ് ഒരു മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു പോവുകയുണ്ടായി. മരുഭൂമിയിൽ കാറിനൊരു പ്രശ്നം ബ്രേക്ക് ഡൗൺ ആയിട്ട് മരുഭൂമിയിൽ അകപ്പെട്ടു പോവുകയുണ്ടായി. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ സമയത്ത് ഇയാൾ പല രീതിയിൽ ഈ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ഇയാൾ ശ്രമിച്ചു. പക്ഷേ ഒരു രീതിയിൽ ഇയാൾക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പല ആൾക്കാർ അതിൽ പോകുന്നുണ്ടായിരുന്നു, അവരെ വിളിച്ചൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു, ഒരു രക്ഷയുമില്ല. പക്ഷേ അതിലെ പോകുന്ന ഒരാളോട് ചോദിച്ചു, ദയവ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ കാർ ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു, ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. അയാളുടെ അടുത്തുള്ള ഹാമർ എടുത്തു ഒരടി അടിച്ചു. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി കാർ സ്റ്റാർട്ടായി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഞാൻ തരേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു 10,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഒരു ഹാമർ എടുത്തുള്ള ചെറിയ ഒരു അടിക്കുക 10,000 രൂപ, അത് വളരെ വളരെ വലുതല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞൊരു ഉത്തരം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഹാമർ എടുത്ത് അടിക്കുക എനിക്ക് 1 രൂപ പോലും വേണ്ട, പക്ഷേ എവിടെ അടിക്കണമെന്നുള്ള എൻ്റെ അറിവിന് നിങ്ങൾ എന്ത് ചെയ്യണം, 10,000 രൂപ തരണം. അതുതന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. കാരണം നിങ്ങൾ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ബിസിനസ് സർവേ നടത്തുന്ന സമയത്തുമെല്ലാം എവിടെയാണ് കസ്റ്റമേഴ്സിന് എവിടെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായുള്ളൊരു ധാരണ
നിങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. തീർച്ചയായും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.